ഇത് എനിക്ക് തന്നത് എന്തിനായിരുന്നു? കർത്താവിനെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. കർത്താവിനെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. അതാണ് ഫിലിപ്പിയർ 3:13 ഒന്നെടുത്തേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം എന്നെടുത്തേക്ക്. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:12 ഒന്നെടുത്തേ. വേഗം എടുക്കും. ഫിലിപ്പിയർ എവിടെ കിടക്കണേന്ന് കണ്ടോ? ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞുവെന്ന്. എന്ത്? കർത്താവിനെ ഞാൻ സ്വന്തമാക്കിയെന്ന് ഞാൻ പറയുമ്പോഴും പറയാണ് പൗലോസ്ലീഹ പറയാ, ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നോ, ഞാൻ പരിപൂർണനായെന്നോ, പരിപൂർണനായി എന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. അതിന്റെ തൊട്ട് മുമ്പ് അതിന്റെ ഹെഡിങ്ങിന്റെ താഴെ അതിലെ കിട്ടിയില്ലേ? യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അത് വായിച്ചില്ല. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അത് എത്രാമത്തെ വചന? അത് 12-ാമത്തെ വചനമാണ്. 12-ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗം. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അടുത്ത നെക്സ്റ്റ് 13. അടുത്ത വചനം. സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കി എന്ന് കരുതുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 എന്നെ ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികള്, പ്രശ്നങ്ങള്, രോഗങ്ങള്, നിന്റെ സാമ്പത്തിക ക്രൈസിസ്, നിന്റെ സൗന്ദര്യം, നിന്റെ പ്രയാസങ്ങള്, ഇതെല്ലാം നേരിടുമ്പോൾ നീ ഇതൊക്കെ ഒറ്റ നോട്ടമേ നോക്കാവൂ, ആ കർത്താവിങ്കിലേക്ക്. ഹല്ലേലൂയ. സങ്കീർത്തനം 34:5 കാണാപാഠം പഠിച്ചോ? സങ്കീർത്തനം നമുക്ക് പഠിക്കാൻ എളുപ്പം. 3-4-5 സങ്കീർത്തനം 3-4-5 34:5. അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയവനുണ്ടെങ്കിൽ അവൻ ലജ്ജിക്കാൻ കർത്താവ് ഇടതരില്ല. ഹല്ലേലൂയ. കർത്താവ് ഇടതരില്ല. പ്രിയമുള്ളവരെ, ലജ്ജിക്കാൻ ഇടതരില്ല. ഹല്ലേലൂയ. എന്റെ കഴിഞ്ഞ ഇപ്പൊ എനിക്ക് 67 വയസ്സായി. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നവീകരണ ധ്യാനം കൂടിയിട്ട് ഈ 34 വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവ് എനിക്ക് ലജ്ജിക്കാനിടയായിട്ട് തന്നിട്ടില്ല. പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ തറവാട്ടിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. കടബാധ്യത ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നെ മുന്നോട്ട് നയിച്ചത് എൻ്റെ കർത്താവ് അറിയാതെ ഇതൊന്നും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. 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 രാത്രിയുടെ യാമങ്ങളില് 75-80 വയസ്സായ എൻ്റെ അപ്പനും അമ്മയും ഞങ്ങളും മക്കള് 12 സഹോദരങ്ങള് മരുമക്കൾ ഇരുന്ന് വീടിൻ്റെ അകത്തിരുന്ന് ഈ സാമ്പത്തിക ക്രൈസിസിനെ മുന്നോട്ട് എങ്ങനെ അതിന് മോചനം കിട്ടുമെന്ന് ആലോചിച്ച് ജാഗരണ പ്രാർത്ഥനകൾ നടത്തി. ഞങ്ങൾ വേറെ മാർഗങ്ങൾ തേടിയില്ല. പ്രിയമുള്ളവരെ, കള്ളുകുടിച്ച് നമുക്ക് സുഖമായിട്ട് വേദനകളെ മറക്കാമായിരുന്നു. മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ബന്ധനമാണെന്ന് പറഞ്ഞ് നടക്കാമായിരുന്നു. പക്ഷെ ഞാനും എൻ്റെ സഹോദരങ്ങളും എൻ്റെ അപ്പനും അമ്മയും ഇരുന്ന് വീടിൻ്റെ അകത്തിരുന്ന് ഒറ്റ പ്രാർത്ഥനയാണ്, കർത്താവേ നീ ഇടപെടണമേ, കർത്താവേ നീ ഇടപെടണമേ. ലോകത്തിൽ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് പോലും ലക്ഷങ്ങള് കടബാധ്യതയായിരുന്നു. എല്ലാവരും വലിച്ചെറിഞ്ഞു. സ്നേഹിതരും കൂട്ടുകാരും ബന്ധുക്കളും മുഖം തിരിച്ചു മാറിപ്പോയി. ആരുമുണ്ടായിരുന്നില്ല സഹായിക്കാൻ. ഒറ്റാളുടെ കൈകൾ ഞങ്ങൾക്ക് വേണ്ടി നീട്ടിയിട്ടില്ലായിരുന്നു. പലവരും കിട്ടിയെടുത്തിട്ട് അടിച്ചു ഞങ്ങളെ. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. പ്രതിസന്ധികളുടെ മുമ്പിൽ പതറിപ്പോകാനുണ്ടായിരുന്നപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, അവൻ വീണേക്കാം,
ഞാൻ അവന്റെ കൈകൾ പിടിച്ചിട്ടുണ്ട്. പിടിച്ചിട്ടുണ്ട്. എന്നെ ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 12 വർഷക്കാലം മരുഭൂമിയിൽ കൂടെ ദൈവം ഞങ്ങളുടെ കുടുംബത്തെ കൊണ്ട് നടത്തി. മരുഭൂമിയിലെ കൂടെ വെള്ളമില്ല, മരുപ്പച്ച പോലുമില്ല, അതുപോലെയുള്ള ആ കുഴി വഴിയിൽ കൂടെ ഞങ്ങളെ നടത്തിയപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി തമ്പുരാനോട് പറഞ്ഞു, നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. ഹല്ലേലൂയ. എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ മറ്റാരുടെയും മുഖത്തേക്ക് നീ നോക്കരുത്, കർത്താവിന്റെ മുഖത്തേക്ക് നീ നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ അഭിമാനത്തോടെ ഇവിടെ നിൽക്കുമ്പോൾ, ഞാൻ കർത്താവിന്റെ കൂടെ യാത്ര ചെയ്യാൻ കർത്താവ് ഒരുക്കി തന്ന രോഗമായിരുന്നു, കർത്താവ് ഒരുക്കി തന്ന സാമ്പത്തിക പ്രശ്നമായിരുന്നു, കർത്താവ് ഒരുക്കിയ പ്രതിസന്ധികളായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ 1990 2024 എത്തുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവ് എൻ്റെ കൈ പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് അഹങ്കാരമല്ലാണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, എൻ്റെ ജീവിതാനുഭവം അങ്ങനെയാ. ഞങ്ങളുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ പരിഹസിച്ചവരുടെ മുഖത്ത് നോക്കിയിട്ട് തല താഴ്ത്തി പോയവരുടെ മുഖത്തേക്ക് തൻ്റെ ഇടത്തോടി കടന്നുപോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവനെ പരിഹസിക്കാൻ വേണ്ടിയില്ല, എന്നെ നോക്കിയവർ ലജ്ജിതരാവുകയില്ലെന്നുള്ള അവൻ്റെ വചനം. നിന്നെ ഒരു പരിഹാസ പാത്രമാക്കുകയില്ല എന്ന് ജോയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറഞ്ഞവൻ എൻ്റെ കൂടെയുണ്ടെങ്കിലേ ഞാൻ എന്തിനാണ് ഭയപ്പെടേണ്ടത്? സ്വരമുയർത്തി പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. ലൂക്ക 1:37. ഹല്ലേലൂയ. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. വഴികൾ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകും. എല്ലാവരും പറയും, ഇനി അവൻ രക്ഷപ്പെടില്ല, ഇനി അവൻ ഉണരുകയില്ല, അവന്റെ കുടുംബം തകർന്നു പോകും, അവന്റെ വീട്ടുകാർ തകർന്നു പോകും, ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞവരെ ഞാൻ പ്രിയമുള്ളവരെ കുറ്റപ്പെടുത്തുന്നില്ല. ആ സമയത്ത് പറഞ്ഞവരെ, കുറച്ചു കാലം മുമ്പ് അതിലൊരാളെ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാലത്തൂര് താമസിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അത് പറയാനാ, ഓ നീയൊന്നും പോയില്ല അല്ലേ, നീയൊക്കെ രക്ഷപ്പെട്ടില്ലേ എന്ന്. അവരൊക്കെ എഴുതി തള്ളിക്കളഞ്ഞതാ. നീ നന്നാവില്ല, നിന്റെ കുടുംബത്തിലെ ഒരെണ്ണം പോലും നന്നാവില്ല. അഭിമാനത്തോടു കൂടിയിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, പറയേണ്ടി വന്നില്ല. അദ്ദേഹത്തിന് എൻ്റെ വീട്ടിലേക്ക് കല്യാണം ക്ഷണിക്കാൻ വന്നപ്പോൾ എൻ്റെ വീട് കണ്ടപ്പോൾ പുള്ളി അവിടുന്ന് ആത്മകഥം പറയാ, ഇവരൊക്കെ നന്നായില്ലോ വന്നിട്ടെന്ന്. ഇവൻ നന്നായി. ആര്? തമ്പുരാന്റെ കൈ പിടിച്ചവൻ നന്നായിട്ടുണ്ട്. അതാണ് ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായത്തില് 7-ാമത്തെ തിരുവചനം പറയുക. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം. ചേച്ചി എന്നെ നോക്കിയിരിക്കല്ലേ, ബൈബിളിലേക്ക് നോക്ക്. ഇയാൾ എന്തൊക്കെയാ പറയണേ അല്ലേ? ജോഷുവ 3:7. എന്താണ് 3:7? എന്താണ് ജോഷുവ? 3-ന്റെ പേര് ഞാൻ മറന്നു. പേര് വായിക്കുന്നതിന്റെ പേര് അഭിഷേക്. കണ്ടോ, അതിനൊരു പേര് അഭിഷേക്. അഭിഷേകാണ് വായിക്കുന്നത്. വായിക്കുക അഭിഷേകം, നന്നായിട്ട് വായിക്കും. കർത്താവ് ജോഷയോട് പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ പറയും നിന്നോട് കൂടെ ഉണ്ടെന്ന് ആരെ? അവർ അറിയുന്നതിനെ, മറ്റുള്ളവർ അറിയുന്നതിനെ. ഇന്ന് ടുഡേ നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുൻപാകെ ഉന്നതനാക്കാൻ പോകുന്നു. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കൂടെയുള്ളവന്റെ അടയാളമാണ് അവൻ ഉന്നതനായി ദൈവം അവനെ മാറ്റും. കർത്താവ് കൂടെയുണ്ടെങ്കിൽ അവൻ ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല. അതാണ് നിയമാവർത്തനം 28-ന്റെ 1 മുതൽ 14 വരെയുള്ള വചനങ്ങള്.
നിനക്കാരുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വരില്ല, നിനക്ക് കടം വാങ്ങേണ്ടി വരില്ല, നിനക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ സമൃദ്ധിയിൽ അനുഗ്രഹിക്കും. കർത്താവ് നിയമാവർത്തന പുസ്തകം 4-28 അധ്യായം 1 വചനം മുതൽ പറയാണ്, നീ എൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ. 10 എന്താണ്? നീ എൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല ജനങ്ങളും, എന്താണ് വായിക്കി, സകല ജനങ്ങളും. കിട്ടിയില്ലേ? അഭിഷേക ഉറക്ക വായിക്കി. നിയമാവർത്തനം 28 കിട്ടിയാ? കിട്ടാത്തവർക്ക് നിങ്ങൾ കിട്ടട്ടെ. നിയമാവർത്തനം 28:10 കിട്ടിയാ? കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള കേരളത്തിലുള്ളതല്ല, പാലക്കാടുള്ളവരല്ല, ലോകത്തിലുള്ള സകല ജനങ്ങളും നിന്നെ ഭയപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 13-ാമത്തെ വചനം വായിച്ചു ജോസേട്ടാ. 28:13. 28:11. കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. പിന്നെ നീ ആരുടെയും ആജ്ഞാവർത്തിയാവുകയില്ല. പിന്നെ ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഇപ്പോ ഈ വെള്ളിയാഴ്ച ദിവസം, ഈ ജൂൺ മാസത്തിലെ ഈ വെള്ളിയാഴ്ച ദിവസം, ഇന്ന് വിശ്വസിക്കുക നിന്റെ ഉള്ളിൽ, ഇന്ന് നിനക്ക് ഞാൻ നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ. എങ്ങനെ പാലിക്കണം? ശ്രദ്ധാപൂർവം. വെറുതെ ഒരു നേരം പോക്കിന് കേൾക്കല്ല വേണ്ടത്. വചനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയം ജ്വലിക്കണം. നീ ശ്രദ്ധാപൂർവം പാലിക്കുമ്പോൾ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്ക് എന്തുണ്ടാകും? അഭിവൃദ്ധി. ഒന്നുകൂടി വായിച്ചേ. നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. എന്തുണ്ടാകും? അഭിവൃദ്ധി. കേട്ടോ? നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ എന്ത് വേണം? കർത്താവിന്റെ വചനം പാലിച്ചാൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അവിടെ ഒരു വിരൽ വെച്ചിട്ട് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ അവിടെ ഒരു എന്തെങ്കിലും അടയാളം വെച്ച് കഴിഞ്ഞാൽ അവിടെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. അത് കഴിഞ്ഞിട്ട് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങൾ ഒന്ന് വായിച്ചേ. ജോഷുവ 1:7 കണ്ടോ? അമ്മച്ചി വായിച്ചു. ചെറുപ്പക്കാർക്ക് കിട്ടിയില്ലേ? അഭിഷേകിന് കിട്ടിയില്ലേ? വായിക്കേ. നിങ്ങളെന്ത് കള്ളുടിയന്മാരിയ്ക്കുന്ന മാതിരി വായിക്കും. ഉറക്ക വായിക്കേ. ബൈബിൾ ഉറക്ക വായിക്കേ. അപ്പൊ കണ്ണു തുറക്കും. വായിക്കേ. കേക്ക്. നേരത്തെ നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തില്? നിയമാവർത്തനം 28 എൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരില്ലേ, അവർക്ക് എന്തുണ്ടാകും? അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറഞ്ഞ നിയമാവർത്തനത്തിന് ശേഷം വരുന്ന ജോഷുവയുടെ പുസ്തകത്തിലെ എന്താ പറയണത്? 1:7 എന്താ പറയണത്? 1:7 നമ്മൾ വായിച്ചത്, നിന്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അടുത്ത വചനം. ഏവയിൽ നിന്ന് എൻ്റെ ഇടയ്ക്ക് വിട്ടില്ലേ? അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. ഇത് ശരിയാകോ? ഇത് ശരിയാവില്ലേ? ഇതിനേക്കാൾ നല്ലത് അതല്ലേ? ഇതിനേക്കാൾ നല്ലത് ഇതല്ലേ? ഇങ്ങനെ പോയാൽ എവിടെ എത്തും എന്ന് നീ ചിന്തിക്കണ്ട. നീ ഇടംവലം വ്യതിചലിക്കരുത്. മറ്റുള്ളവർ വന്ന് പറയും, നിങ്ങട് പൊക്കോ, ഈ ജോത്സ്യനെ കണ്ടോ, മഷിയിട്ട് നോക്കിക്കോ, നീ ഇവിടെ പോയി ഊതാൻ പൊക്കോ, നീ ഇവിടെ പോയിട്ട് ഏലസ് കെട്ടിക്കോ, നീ ഇന്നത് ചെയ്തോ എന്ന് നിന്നോട് പറയും. നീ ഇടം വലം ചെരിയരുത്. എന്നിട്ട് നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. ഹല്ലേലൂയ. അടുത്ത വചനം. ഇനിയുള്ളതാണ് നമ്മളോട് ഇതെല്ലാം നമ്മളോട് പറയുന്നതിന് അടുത്ത വചനം. ന്യായപ്രമാണ ഗ്രന്ഥം. എന്താണ് ന്യായപ്രമാണ ഗ്രന്ഥം?
ന്യായപ്രമാണ ഗ്രന്ഥം എന്താ? ഈ സാധനം ബൈബിൾ. ന്യായപ്രമാണ ഗ്രന്ഥം പറയും. ഇപ്പോഴെന്നാണോ എപ്പോഴെന്നാണോ? ആ, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ ആധരത്തിലുണ്ടായിരിക്കണം. വീട്ടിൽ വെച്ചാ പോരാ, ഉള്ളിലുണ്ടാകണം. എന്നിട്ട് പറഞ്ഞ അതിലെഴുതിയിരിക്കുന്നവ പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അടുത്ത വചനം. അടുത്ത വചനം. അതിനെ കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. രാത്രിയല്ല പകലല്ല, എപ്പോഴും നിന്റെ അധരത്തിൽ ആരുണ്ടാകണം? ഈ വചനം ഉണ്ടാകണം. നീ അതിനെ കുറിച്ച് ധ്യാനിക്കണം. അമ്മായിമ്മ ചീത്ത പറയുമ്പോഴും നിന്റെ ഉള്ളിൽ ആരുണ്ടാകണം? അമ്മായിപ്പൻ ചീത്ത പറയുമ്പോഴും, കെട്ടിയോള് ചീത്ത പറയുമ്പോഴും, കെട്ടിയോൻ ചീത്ത പറയുമ്പോഴും, അയൽവാസി തെറി പറയുമ്പോഴും എന്തും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം? ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. പിന്നീട് നീ അതിനെ കുറിച്ച് എപ്പോഴും ധ്യാനിക്കണം. പിന്നെ അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിജയം വരിക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനും കെട്ടുകൾ പൊട്ടിക്കാനും വലിച്ചെറിയാനും ദൈവം ഒരു മാർഗമേ തന്നിട്ടുള്ളൂ. അവന്റെ വചനം നിന്റെ അധരങ്ങളിൽ നീ നിക്ഷേപിക്കണം. ഹല്ലേലൂയ. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. രാവും പകലും അതിനെക്കുറിച്ച് മാത്രം ധ്യാനിക്കണം. നിന്റെ തൊഴിൽ ചെയ്യുമ്പോഴും, നിന്റെ വീട്ടിലിരിക്കുമ്പോഴും, നീ ഉറങ്ങുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും ഒറ്റ ചിന്തയുള്ളൂ, ന്യായപ്രമാണ ഗ്രന്ഥം ഇവിടെ വെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലെഴുതിയിരിക്കുന്നത് പള്ളിയിൽ പോയിട്ട് പറയാനുള്ളതല്ല, നീ പാലിക്കണം. അപ്പോൾ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഇനി നമ്മൾ അപ്പുറത്ത് 28:13 വായിക്കാൻ. 28 നിയമാവർത്തന പുസ്തകം. എപ്പോഴാ നിർത്താന്ന് ചോദിക്കരുത് കേട്ടാ. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഹല്ലേലൂയ. ഇപ്പൊ എവിടെയൊക്കെ പറഞ്ഞു അഭിവൃദ്ധി ഉണ്ടാകാനുള്ള വഴി? നോട്ട് ചെയ്തോ? ഓർമ്മയില്ല? എഴുതി വെച്ചോ? ഇല്ല. അതടുത്ത ധ്യാനത്തിന് വരുമ്പോൾ ഞാൻ പറയാം അല്ലേ? എഴുതി വെച്ചോ ആരെങ്കിലും? 2 കൊട്ടേഷൻ ഞാൻ പറഞ്ഞു. 2 കൊട്ടേഷനിൽ അഭിവൃദ്ധി പ്രാപിക്കാനുള്ള മാർഗം ഒറ്റ മാർഗമുള്ളൂ. ഏതാണ്? അത് എവിടെ കൊട്ടേഷൻ? 28:13. മറ്റത് യോശുവ 1:7 മുതലുള്ള വചനങ്ങൾ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ വചനം പഠിക്കുക. വചനം പഠിച്ച നമുക്ക് ഒരുമാതിരി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് നമുക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയോ? നമ്മൾ ഈ സാധനം തൊടില്ല. തൊടില്ലെന്ന് തൊട്ടൊന്നും അങ്ങനെ അർത്ഥത്തിലല്ല. നമ്മൾ അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് അതിൻ്റെ മുമ്പിൽ ഇരുന്ന് ഇതിലെന്താ എഴുതിയിരിക്കണത് നോക്കില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുത്ത വീഡിയോ ഉണ്ട്. എൻ്റെ വീട്ടിലൊരു ഷെൽഫ് മുഴുവനും ഓരോ ധ്യാനത്തിന് പോയ പുസ്തകങ്ങളാണ്. എല്ലാ ധ്യാനത്തിനും പോയ പുസ്തകത്തിൽ എഴുതിയെടുത്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കും. തലേ കൊണ്ടുവയ്ക്കും, ഷെൽഫിൽ കയറ്റി വെച്ചിട്ട്. എനിക്കത് 100 പുസ്തകം നോട്ട്ബുക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ ജീവിതം. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് അവിടെ ഇരിക്കുള്ളൂ. എൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കണമെങ്കിൽ ഞാൻ ഈ വചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരാണ് ആര്? അങ്ങനെയുള്ളവരാരാണ്? അനുഗ്രഹീതർ. വെളിപാട് 1:3. വെളിപാട് 1:3 കിട്ടിയാ? വേഗം എടുക്ക. വെളിപാട് 1:3. ഈ പ്രവചനത്തിലെ ബൈബിളിൽ നോക്കി വായിച്ചാൽ മതി, എനിക്ക് ഒരു തിരക്കില്ല. ഈ പ്രവചനത്തിലെ വെളിപാട് 1:3 വെളിപാട് വായിക്കി. ഈ പ്രവചനത്തിലെ
വാക്കുകൾ വായിക്കുന്നവരും പാലിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. ഹല്ലേലൂയ. 3 പേരാണ് അനുഗ്രഹീതർ. ആരാണ്? വായിക്കുന്നത്. അതാണ് നിങ്ങളോട് വായിപ്പിക്കുന്നത്. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ടല്ല, എനിക്കിതിൽ നോക്കി വായിച്ചാൽ മതി. ഞാൻ മാത്രം അനുഗ്രഹീതനായേ പറ്റുമോ? നിങ്ങളും അനുഗ്രഹീതനാണ്. അതിന് എളുപ്പമാർഗം കർത്താവ് ഈ വചനത്തിലെ ബുക്കിലെ വാക്കുകൾ വായിക്കുന്നവരെ, പിന്നെ ആരാണ്? ബൈബിള് കൊണ്ടുവരാത്തവരെ, കേൾക്കുന്നവരെ. അല്ലെ, ബൈബിൾ കൊണ്ടുവന്നെങ്കിൽ ഇത് കേൾക്കേണ്ട വീട്ടിൽ വായിക്കായിരുന്നു. കേൾക്കുന്നവര്, അപ്പൊ നിങ്ങളും ഭാഗ്യവാന്മാര്. 3, ഇത് പാലിക്കുന്നവര് അനുഗ്രഹീത. ഹല്ലേലൂയ. അപ്പൊ അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണം? വായിക്കുകയും ഇത് സ്വന്തം. ഒരു ബൈബിള് സ്വന്തം വാങ്ങിക്കാൻ 550 രൂപ കൊടുത്ത് ഇത് കിട്ടും. അതല്ല, ഇത് നമ്മുടെ സ്വന്തം ബൈബിളാ. ഇത് എൻ്റെ ബൈബിളാ. ഇതിനകത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് വചനം കിട്ടും. വചനം കിട്ടും തോറും നമുക്ക് എന്തുണ്ടാവും? ഒരു ആത്മധൈര്യം വരും. എങ്കിലും നമ്മളിങ്ങനെ അസ്വസ്ഥനാകും. ചില പ്രയാസങ്ങൾ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ രോഗം വന്നിട്ട് ഭയങ്കര അസ്വസ്ഥനായി. പക്ഷേ അപ്പോൾ നമുക്കൊരു പുള്ളിങ് പവർ വചനം വായിക്കുമ്പോൾ ഒരു വചനം കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കാൻ പറ്റുന്നു? ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. സാരില്ല, ജോസേട്ട് ഉറങ്ങല്ലാന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഞാനങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ പ്രതിസന്ധിയിൽ നിന്ന് തരണം ചെയ്ത് ഇന്നിവിടെ നിൽക്കുന്നത് തന്നെ ഞാൻ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ടോ ഒരു പിശാചിൻ്റെ ബന്ധനം ഉണ്ടെന്ന് കേട്ടിട്ടോ ഒരാളുടെ അരികിലേക്ക് പോയിട്ടല്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൗൺസിലിങ്ങിന് പോകണമെന്നല്ല ഏട്ടാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ പോകണം, ധ്യാന അന്നേരത്തിലൊക്കെ പോകണം, അതിനൊന്നല്ല അതിന്. പക്ഷെ അതാണ് എൻ്റെ ലക്ഷ്യം. ഇവിടുന്ന് കിട്ടിയില്ലേ? കോട്ടയ്ക്ക് പോയി കിട്ടിയില്ല, ഡിവൈനിൽ പോയി കിട്ടിയില്ല, അപ്പോഴറിയുന്നു സെഹിയനിൽ പോയി കിട്ടിയില്ല, വളമിലച്ചൻ്റെ അടുത്ത് പോയി കിട്ടിയില്ല, ഡാനിയലച്ചൻ്റെ അടുത്ത് പോയി കിട്ടിയില്ല, കൃപാസനത്തിൽ മാതാവിനെ കാണാൻ പോയി, കുറച്ച് ദിവസം പോയി, ഉടമ്പടി എടുത്തു, കിട്ടിയില്ല. നമ്മളിപ്പോഴും നമ്മുടെ വിശ്വാസം പോലും നമുക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾ ആരടുത്ത് പോയില്ല? നിങ്ങൾ വട്ടായിച്ചൻ്റെ അടുത്ത് പോയി, കർത്താവിൻ്റെ അടുത്ത്. ഇവിടെ വന്ന ഡൊമിനിക്കച്ചൻ്റെ അടുത്തേക്കല്ല പോകേണ്ടത്. ഡൊമിനിക്കച്ചതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾ വരുന്നത് എവിടേക്കാ? തമ്പുരാൻ്റെ മുമ്പിലേക്ക്. അതിനാ നിത്യാരാധന ചാപ്പല്. അവിടെ ഇരുന്ന് അവനോട് പറയും, നീ എന്നെ രക്ഷിച്ചല്ലാണ്ട്. അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 32 യാക്കോബ് പറയണില്ലേ? യാക്കോബും ഒരു യുദ്ധം നടക്കണില്ലേ? യുദ്ധം. നമ്മളും ലോകം തമ്മിലുള്ള യുദ്ധം പോലെ യാക്കോബും ദൈവദൂതനും തമ്മിൽ സൂപ്പർ യുദ്ധമുണ്ട്. യുദ്ധം കഴിഞ്ഞിട്ട് ദൈവദൂതൻ പോകുമ്പോൾ പിടിക്കവനാ, നിൽക്കടാ. ആരാ? ദൈവദൂതനോട് നിൽക്കടാ അവിടെ പറഞ്ഞു. 32-ാം അധ്യായത്തിലില്ലേ? എന്നിട്ട് അവിടെ നിർത്തിയിട്ട് ഒറ്റ വാക്കാ പറഞ്ഞത് അല്ലേ? എന്താ പറഞ്ഞത്? എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര് പറയണം, എനിക്ക് അനുഗ്രഹം എന്താണ്? ദൈവത്തെ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയാലല്ലാതെ ഞാൻ ഇവിടുന്ന് വാശി പിടിക്കണം. ആരോട്? മിഠായി കിട്ടാൻ വേണ്ടി അപ്പനോടും അമ്മോടും. എൻ്റെ ചക്ക പേരക്കുട്ടിയുണ്ട് പ്രാഞ്ചി, ഇവന് കിട്ടാൻ വേണ്ടിയിട്ട് വാശി പിടിച്ച് എൻ്റെ പിന്നാലെ ബാബാ 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 ആ മിഠായി, ഈ മിഠായി. ഇപ്പൊരു ബോളാണ് 45 രൂപ. ദൈവമേ പോട്ടെ നയിക്കും അവൻ്റെ സന്തോഷം കാണാനായിട്ട്. ബോൾ വാങ്ങിച്ചു കൊടുക്കും. അതിൽ എന്താണ് ജെംസ്. കിട്ടിയില്ലെങ്കിലാ അപ്പം അവരുടെ മിണ്ടില്ല എന്ന് അവന് നമുക്ക് സങ്കടവും പാടാന്ന് പറയും. കർത്താവിനോട് ഈ വാശിയാണ്. എനിക്കിത് ഈ അനുഗ്രഹത്തെ എനിക്ക് നിന്നെ സ്വന്തമാക്കണം. കർത്താവിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ആരെയും നമ്മള് പേടിക്കണ്ട. ഹല്ലേലൂയ. ഈ അടുത്തൊരാൾ വന്ന് എൻ്റെ അടുത്തേക്ക് ഗൂഢോത്രം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ അവൻ്റെ സ്ഥാപനത്തിൽ. ആരാണ്ട്? അയൽവാസി ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ്, ഗൂഢോത്രം ചെയ്തിട്ടുണ്ട്, എനിക്ക് ബിസിനസ് ഒക്കെ പോയി ബ്രദറെ, ബിസിനസ്സൊക്കെ പോയിന്ന് അവൻ ഗൂഢോത്രം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ അവൻ്റെ മുഖത്തേക്ക് ഒറ്റ ചോദിക്കട്ടാ. അയാളോട് ഞാൻ ചോദിച്ചു, നിനക്ക് നാണാവില്ലേ എന്ന് ചോദിച്ചു. നീ ആരാന്ന് ചോദിച്ചു. ഞാൻ ഇന്നാള്. ഇതന്നെ നമ്മുടെ പ്രശ്നം, നമ്മുടെ ഐഡന്റിറ്റി അതാ. ഞാൻ ആരാ?
നമുക്ക് ഈ വിവരമില്ല. നമ്മൾ വന്നിട്ട് കണ്ടവന് പട്ടീനും പൂച്ചിനെയും എലീനെയും കൂടോത്രക്കാരെയും അതുപോലെ അങ്ങോട്ട് കടക്കുന്ന ജാതകം നോക്കി ജ്യോത്സ്യം നോക്കി വഴിയിൽ പോണെന്ന് നോക്കി ആട് പോയി പശു പോയി മുമ്പിൽ പൂച്ച ചാടി പല്ലി ചലച്ചു. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ. എൻ്റെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിലെ ഒരു രോമത്തെ പോലും അവന് തൊടാൻ പറ്റില്ല. കാരണം ഞാൻ ക്രിസ്തുവിൻ്റെതാണ്. ഹല്ലേലൂയ. ഞാൻ ഓരോ ദിവസം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്താണ് ഗലാത്തി 2:20 പഠിക്കണം. ഗലാത്തി 2:20 എന്താ? ജോസേട്ടാ ബൈബിളിലെ ബുക്കാണ് ഗലാത്തി. ജോസേട്ടൻ മടുത്തു ഞാൻ നിർത്താം. 2:20 ആ ക്രൂശിതനായിരിക്കുന്നു. പിന്നെ ഇനി ഉറക്ക വായിച്ചും ചേച്ചിയത് ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഉള്ളിൽ വരണം, ഇനി ഞാനല്ല, എന്നിൽ ആര് ജീവിക്കുന്നു? ഞാൻ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി എന്താണ്? ശിക്ഷാവിധിയില്ല. റോമ 8:1 ഇനി ശിക്ഷാവിധിയില്ല. എന്നെ ശിക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല. എൻ്റെ ഭവനത്തിൻ്റെ മേലെ, എൻ്റെ ഭാര്യയുടെ മേലെ, എൻ്റെ മക്കളുടെ മേലെ, എൻ്റെ സ്ഥാപനങ്ങളുടെ മേലെ മറ്റൊരാൾക്കും അധികാരമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ സ്വന്തമാക്കി അവനെ കൊണ്ടു നടക്കണം. അവനാണ് പറഞ്ഞു ജോഷുവ 3:7 നമ്മൾ വായിച്ചു, ദൈവം അവനെ ഉന്നതനാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നിയമാവർത്തനം 28:13-14 എന്താ ജോസേട്ടാ? നിയമാവർത്തനം 28:14. ഞങ്ങളെ ബൈബിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറപ്പിച്ച് ബ്രദറെ എല്ലാം നിയമാവർത്തനം എല്ലാം ഒരുമിച്ച് പറഞ്ഞാൽ പോരെ, അപ്പൊ ഞങ്ങൾക്ക് എളുപ്പമുണ്ടല്ലോ. 13:14 ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. പിന്നീട് ബാക്കി അനുസരണക്കേടിന് ശിക്ഷ. എന്നാൽ അല്ലല്ല, അതിന് മുകളിലൊരു വചനം ഉണ്ടല്ലോ. അതിന്റെ മുകളിൽ 13-ാം വചനം വായിക്കാം. 13-ന്റെ അവസാനം, ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അതിനുശേഷം നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. നമ്മൾ ആ വാക്ക് വായിച്ചില്ല അല്ലേ? നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത് ഞാൻ അവിടെ നിന്ന് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി. നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവില്ല. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവില്ല. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവില്ല. വായ തുറന്നു പറഞ്ഞ് ഒരിക്കലും അധോഗതി ഉണ്ടാവില്ല. അധോഗതി ഉണ്ടാവുകയില്ല. നീ അവന്റെ ചട്ടങ്ങളും അവന്റെ കൽപ്പനകളും അവന്റെ നിയമങ്ങളും പാലിച്ചാൽ നിനക്ക് അധോഗതി ഉണ്ടാവുകയില്ല. ഒരു ഗൂഢോത്രക്കാരനും ഒരു പ്രശ്നക്കാരനും ഒരാൾക്കും നിന്നെ തൊടാൻ പറ്റില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനൊരു എന്ത് വേണമെന്നറിയോ? ഒരു ബോധ്യം കിട്ടണം, ഒരു വിശ്വാസത്തിന്റെ ചൈതന്യം കിട്ടണം. അത് കിട്ടുന്നത് എങ്ങനെയാ? നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ആത്മാവേ, ശിഷ്യന്മാര് പ്രാർത്ഥിച്ചില്ലേ കർത്താവിന്റെ അരികിൽ പോയിട്ട്? 11-ാം അധ്യായം ലൂക്ക പറഞ്ഞില്ലേ, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. അതിനുശേഷം 17:5 ലൂക്ക 17:5 എന്താ? ഞങ്ങളുടെ വിശ്വാസം. ഇത് രണ്ടും നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. ഇതൊക്കെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ ബൈബിൾ ഒന്ന് സ്വന്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവോ? ഇതൊക്കെ കുറെ കേട്ടതില്ല ബ്രദർ. ഞാൻ നിങ്ങളെ പരീക്ഷിച്ചു, നിങ്ങൾ തോറ്റുപോയി പരീക്ഷയിൽ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ജീവിതത്തിൽ ദൈവകൃപ ഉണ്ടെങ്കിലാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. മറ്റേ ആർട്ടിഫിഷ്യലാണ് എല്ലാം. ധ്യാനത്തിന് പോകണു,
കൗൺസിലിംഗ് അതൊക്കെ ചിലപ്പോൾ താൽക്കാലികമാണ്. ഈ കൗൺസിലിങ്ങിന് പോകുമ്പോൾ എന്നറിയാം, കൗൺസിലിംഗ് കൂടി ദൈവം തരുന്നത് ചില അടയാളങ്ങൾ, ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അത് സ്ഥായിയായിട്ട് നിൽക്കണമെങ്കിൽ എന്തു വേണം? ദൈവത്തിൻ്റെ കൃപ വേണം. ഹല്ലേലൂയ. ഉറക്ക പറയും ഹല്ലേലൂയ. നിങ്ങൾക്ക് മടുത്തോ? ഞാൻ നിർത്താൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയൊരു ദൈവാനുഭവം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെ ധ്യാനം കൂടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഈ പോട്ടാശ്രമത്തിൽ അന്ന് ഏകദിന ധ്യാനം നടക്കണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് ഏകദിന ധ്യാനം. ഞാൻ ഈ അടുത്തോടെ പോയി ധ്യാനിക്കാനൊക്കെ പോയിരുന്നു ഒരാഴ്ച. നല്ല ധ്യാനമായിരുന്നു. അപ്പോൾ ഈ പോട്ടാശ്രമത്തിൽ അന്ന് ഏകദിനം നടക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ നിന്നാണ് ആലത്തൂരിൽ നിന്ന്, എൻ്റെ ഓർമ്മയിൽ പോകണമെങ്കിൽ ആലത്തൂരിൽ നിന്ന് ഞാൻ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ഞങ്ങളുടെ പള്ളിയിലേക്ക് ചെറിയ പരിപാടികളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ദിവസം നേരെ പോട്ടെ, അന്ന് എൻ്റെ ഓർമ്മ കോട്ടയിലേക്ക് ധ്യാനം ഏകദിനം അവിടെ എല്ലാ ദിവസവും ഉണ്ട്. ഞായറാഴ്ച അവധിയൊന്നുമില്ല, എല്ലാ ദിവസവും ഉണ്ട്. ഞാൻ അവിടെ നിന്ന് കുറച്ച് പേരുള്ള പള്ളി, ആ ചെറിയ ആശ്രമത്തിൻ്റെ ഉള്ള പള്ളിയിൽ. അപ്പോൾ ഞാൻ ബസ്സിൽ പോയി നടന്ന് അവിടെ പോയി അങ്ങനെ ചെന്നു. ഞാൻ ആ ധ്യാന ഹോളിൽ ഇരിക്കുമ്പോൾ അന്നൊരു അൽമായനാണ് ക്ലാസ് എടുത്തത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പേര് പറഞ്ഞില്ല, മറന്നു. നല്ല ഒരു ധ്യാനം ഇങ്ങനെ പുള്ളി ഇങ്ങനെ ക്ലാസ് എടുത്തിരിക്കുമ്പോൾ പുള്ളി ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ കൃപ എൻ്റെ കാര്യം പറയുന്നത്. ഒരു ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയാം? കണ്ണു തുറക്കുക എല്ലാവരും, ഉറങ്ങണവരെ കണ്ണു തുറന്നേ. എന്താ ചോദിച്ചെന്നറിയാം? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണോ അത് തമ്പുരാന് കൊടുക്കാൻ. കേട്ടോ ചോദ്യം? കേട്ടോ ബ്രദർ? ഞാൻ അപ്പോൾ ഉറങ്ങായിരുന്നു, അങ്ങനെ അതന്നെ ഉണരാൻ പറഞ്ഞത്. ഞാൻ കേട്ടില്ലെന്ന് പറയുന്നത്. ചേച്ചി കേട്ടോ? കേട്ടോ? ഓല കേട്ടോ? കേട്ടു അങ്ങനെ പറയും. അങ്ങനെ നിന്ന് എൻ്റെ മുഖത്ത് നോക്കിയിരുന്നത്. അപ്പോൾ നോക്കിക്കോ, കുഴപ്പമില്ല, അതിനല്ല, കേൾക്കണം. അപ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം, ഇഷ്ടമുള്ളത് ആർക്ക് കൊടുക്കണം? കർത്താവിന് കൊടുക്കണം. ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ പള്ളിയിൽ നിന്ന് അരച്ചിരുന്നൊക്കെ കീറിയും പഞ്ഞ നോട്ടുകളായിരുന്നു. 1000 നോട്ടുകളൊക്കെ കിട്ടുന്ന പിന്നീട് കേൾക്കണം അച്ഛന്മാർ പറഞ്ഞത്. ആൾക്കാർ 1000 പിൻവലിച്ചില്ലേ. അപ്പോൾ അത് നേർച്ചപ്പെട്ടി നിറയെ പൈസയാണ്. ഒന്നെങ്കിൽ കീറിയത്, വളഞ്ഞത്, ഒടിഞ്ഞത് 1000 നോട്ടൊക്കെ വന്ന് വീഴുന്നതെന്ന് പറയണത്. അത് നല്ല സുഖം, എണ്ണാൻ എളുപ്പമായിരുന്നു എന്ന് പറയാമെന്നൊക്കെ. അപ്പോൾ അങ്ങനെയല്ല, കർത്താവിന് നീ ഒരു സാധനം കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? നല്ലത് കൊടുക്കണം. നല്ലത് കൊടുക്കുമ്പോൾ 2 കാര്യം, നല്ല മനസ്സോടുകൂടി കൊടുക്കണം. ആബേല് നല്ല മനസ്സോടു കൂടിയിട്ടാണ് കൊടുത്തത്. കായേനും കൊടുത്തു, കായേന് പറ്റാവുന്ന സാധനം കൊടുത്തു. പക്ഷെ ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചത് നല്ല മനസ്സോടുകൂടി ആബേല് കൊടുത്തു. അപ്പം ചോദ്യം ഇതാണ്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നീ ഇപ്പോൾ ദൈവത്തിന് ആരെയാണോ എന്താണോ നിനക്ക് ഇഷ്ടമെങ്കിൽ അത് കൊടുക്കുക. അപ്പം ഞാനിങ്ങനെ ഒരു മിനിറ്റ് ആലോചിച്ചു എന്ത് ചെയ്യണം. അപ്പോൾ ബ്രദറെ നിൽക്കാം, ഞാൻ ആലോചിച്ച് ഞാനിപ്പോൾ പല ഇങ്ങനെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇതൊക്കെ നമ്മൾ കൊടുത്തിരുന്ന കാര്യം ഇങ്ങനെ ചിന്തിച്ച്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവത്തിന് ഏറ്റവും ഇഷ്ടം, എനിക്ക് ഇഷ്ടമുള്ള സാധനം ഏറ്റവും ഇഷ്ടം. അപ്പം ഞാനാണെങ്കിൽ അതിന് മുമ്പൊക്കെ അത്യാവശ്യത്തിന് പെരുന്നാളും തൃശ്ശൂരും ഒക്കെ വരുമ്പോൾ മദ്യപാനിയൊന്നുമല്ല, ഇടയ്ക്ക് 2 സ്മോളൊക്കെ പെരുന്നാളിന് 2 വിട്ട് എന്ത് പെരുന്നാളാണ് ക്രിസ്ത്യാനിക്ക്. തൃശ്ശൂരത്തിന് എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ വരും. അപ്പോൾ അവർ വരുമ്പോൾ 2 കടിച്ച് ഇങ്ങനെ നടക്കും. അപ്പോൾ അതിന് ശേഷം തൃശ്ശൂർക്കാരുണ്ടെങ്കിൽ അറിയാം, തൃശ്ശൂർ ഒരു ഹോട്ടലുണ്ട് ബിനി ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് ടൗണിൽ. അവിടെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ ഒരു നല്ല ഇതില്ലേ ബീഫ്, നിങ്ങളെ കൊതി വരുത്താൻ വേണ്ടിയിട്ടല്ല, വെള്ളിയാഴ്ച ദിവസം ഇത് പറഞ്ഞാൽ തന്നെ കൊതി വന്നാൽ ഞാൻ വിട്ടു, ബീഫ് കഴിച്ചെന്തില്ലാവും. ഈ ബീഫിന് ഇങ്ങനെ അരിഞ്ഞിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കും, അരിയും ഇങ്ങനെ വെട്ടിയെടുക്കല, ഇങ്ങനെ പീസായിട്ടുണ്ട്. അതിനെ നന്നായിട്ട് വറുത്തെടുക്കും. നല്ല സൂപ്പർ സാധനം, നല്ല വിലയുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമുള്ള സാധനം, എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അത് കഴിക്കുക, 2 അടിക്കുക. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. എനിക്കത് ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ അത് അവിടെ പോകുള്ളൂ. ഞങ്ങൾക്കൊരു മുറി തരും, അയാളുടെ വെയിറ്റർ ആ മുറിയിൽ പോയിരിക്കും, ഞങ്ങൾ അടിച്ച് പൊളിച്ച് അങ്ങനെയാണ് പോയി. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇത് ഓർമ്മ വന്നു. കർത്താവേ, ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ മദ്യപാനത്തിനോടുള്ള ആസക്തി, നിങ്ങളെ ഞാൻ മദ്യപിക്കില്ല എന്നല്ല പറഞ്ഞത്, മദ്യപാനത്തിനോടുള്ള ആസക്തി ഇതാ നിനക്ക് തരുന്നു. അന്ന് 1992-93 കാലഘട്ടത്തിലാണ് ഞാനങ്ങോട്ട് കൊടുത്തു. ഞാൻ തരുന്നു എൻ്റെ ഈ ആസക്തി. പ്രിയമുള്ളവരെ, അന്ന്
ലോകത്തിലൊരു അത്ഭുതം സംഭവിച്ചു. ഞാനിത് പറഞ്ഞ് പോളി ഡൊമിനിക് എന്ന ആ ധ്യാനഗുരുവിൻ്റെ പേര് പോളി ഡൊമിനിക്. ഞാനിത് പറഞ്ഞ് ഞാൻ അതിങ്ങനെ കർത്താവിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുത്ത് ഒരു നിമിഷം കഴിയുമ്പോണ്ടല്ലോ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ പോവാ. ഇത് വെറുതെ സാക്ഷ്യം പറയണതല്ല, ജീവിതാനുഭവമാണ്. എൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം അങ്ങോട്ട് പോവാ. പ്രിയമുള്ളവർ, അതിനുശേഷം 92-ലാന്ന് തോന്നുന്നു, 93-92 കാലഘട്ടത്തിൽ ഇന്ന് വരെ മദ്യപിക്കാനുള്ള ഒരു ആസക്തിയും എൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല. വീട്ടിലുണ്ടാക്കുന്ന വൈഫിനോട് ഈ മുന്തിരിങ്ങ, വീട്ടിലൊരു ലൂവിക്ക, ചുവന്ന കളറുള്ള ലൂവിക്ക, അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ ആള് വൈനാക്കിയിട്ട് ഇങ്ങനെ, അപ്പം എന്നോട് പറയും ഇത് വൈനല്ല, ഇത് വെറുതെ കുടിക്കാൻ വയറൊക്കെ ശരി. ഇന്ന് വരെ എൻ്റെ പ്രിയമുള്ളവർ, ദേവാലയത്തിൻ്റെ മധ്യത്തിൽ പറയാ, ഇന്നു വരെ ഒരു ലഹരിയുള്ള പദാർത്ഥവും എൻ്റെ കൈകളെ കൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല. എന്തിന് കല്യാണത്തിനൊക്കെ അന്ന് പോകുമ്പോൾ സുപ്പാരി എന്നൊക്കെ പറഞ്ഞുള്ള സാധനം ഉണ്ടാവും, അറയ്ക്ക സുപ്പാരി, അതുപോലെ ഞാൻ എൻ്റെ കൈകളെ കൊണ്ട് തൊടാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയാ, ഈ 34 വർഷമാകുമ്പോഴും ദൈവം ഒരു കാര്യം എടുത്തു മാറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ, സ്നേഹത്തോടുകൂടി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞാനത് കൊടുത്തു. അത് കൊടുക്കുമ്പോഴല്ലോ സന്തോഷത്തോടു കൂടി കൊടുത്തു. കർത്താവെ, നീലെടുത്തോ, നിനക്ക് എൻ്റെ ഇഷ്ടമുള്ള സാധനം. പിന്നീട് എനിക്ക് ഇന്ന് വരെ, ഞാൻ പറഞ്ഞ അങ്ങനെ അഭിമാനത്തോട് പറയും, ഇന്ന് വരെ ഒരു തുള്ളി മദ്യമോ ഒരു തുള്ളി വീഞ്ഞോ വീട്ടിലുണ്ടാക്കുന്ന വൈനോ ഞാൻ എൻ്റെ കൈകളെ കൊണ്ട് തൊട്ടു നോക്കിയിട്ട് പോലുമില്ല. വൈഫ് പറയും, ഇത് ലഹരിയല്ല, കഴിച്ചൂടെ. ഒരു കല്യാണ വീട്ടിൽ പോയാലും എവിടെ പോയാലും സുപ്പാരി വരെ, അല്ലെങ്കിൽ എന്താ പറയുക, അട്ടയ്ക്ക വരെ ഞാൻ എടുത്ത് ഉപയോഗിക്കില്ല. കാരണം ഇതൊക്കെ ഞാൻ കർത്താവിന് വിട്ടുകൊടുത്തു. എനിക്കൊരു പ്രചോദനവും ഒരു പ്രലോഭനവും ഉണ്ടായിട്ടില്ല പിന്നീട് ഇത് കുടിക്കണമെന്നോ, അല്ലെങ്കിൽ 2 അടിച്ചാൽ എന്താ ഉണ്ടാവുക. ചിലവരൊക്കെ 2 അടിച്ചിട്ട് വരുമ്പോൾ അവർക്ക് പറയുമ്പോൾ സന്തോഷം, 2 അടിച്ചെന്നോ നമുക്കത് തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് ധ്യാനിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മരുന്ന് കൊടുത്തിട്ടല്ല, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പിടിച്ചു കെട്ടി മരുന്ന് കൊടുത്തിട്ടല്ല. ഇത് കർത്താവിന് വിട്ടുകൊടുത്തു. എൻ്റെ ഈ ബലഹീനത അവനത് ഏറ്റെടുത്ത് എന്നെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അത് കഴിയാത്തവരുണ്ടാകാം, നമ്മൾ പോകേണ്ടി ചിലർക്കൊക്കെ എനിക്കറിയാം ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട്, ഞാൻ എൻ്റെ ഒരു വൈഫിൻ്റെ ഒരു ആങ്ങളുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് വിട്ടുകൊടുക്ക്. പുള്ളി പാലക്കാട് നിന്ന് വരും, കോട്ടയത്ത് നിന്ന് വരും. ഇവിടെ പാലക്കാട് ഇവരുടെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ ഒരു ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്. അവിടെ ഒരു സിസ്റ്ററുണ്ട്, ആ സിസ്റ്ററെ കാണാനായിട്ട് അദ്ദേഹം വരും. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഞാൻ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് സിസ്റ്റർ എത്തിക്കും. അപ്പം ഞാനൊരു ദിവസം പറഞ്ഞു, സ്ത്രീയൊക്കെ അത് വേണ്ട, നമുക്കിത് വിട്ടുകൊടുക്കും. അളിയനതൊക്കെ പറയാം, എങ്ങനെ വിട്ടുകൊടുക്കുന്ന. അവസാനം കർത്താവ് കൊണ്ടുപോയി. ക്യാൻസർ വന്നു തൊണ്ടയിൽ, പിന്നെ കുടിക്കാനും പറ്റിയില്ല. പക്ഷെ പുള്ളി, ഞാൻ അഭിമാനത്തോടെ വരും, പുള്ളി അവസാനം നല്ല കളയെന്ന് പറയണവർ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി അദ്ദേഹം മരിച്ചു. രാത്രി 2 മണിക്ക് 12 മണിക്ക് എഴുതി കഞ്ഞി കുടിച്ച് ഭാര്യയുടെ കൂടെ പോയി കിടന്ന്, ഭാര്യ എഴുന്നേറ്റ് കഞ്ഞി കൊടുത്ത് അത് കുടിച്ച് കിടന്ന് രാവിലെ പുള്ളിക്കാരന് തട്ടുമ്പോൾ പുള്ളി മരിച്ചു കഴിഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ കൃപ, ഇപ്പം നമുക്ക് ബൈബിള് പഠിക്കണം, വചനം പഠിക്കണം. പലരും പറയും ഓർമ്മശക്തിയൊക്കെ പോയി, വയസ്സായില്ലേ ബ്രദറെ. വയസ്സായി, സത്യല്ലേ, കർത്താവിന് പറഞ്ഞൂടെ വയസ്സായിന്ന്. പക്ഷെ നമുക്കൊരു ദാഹം ഇതിനോടുണ്ടെങ്കിൽ, ഒരു ആഗ്രഹം, ഒരു അഭിനിവേശം ഉണ്ടെങ്കിൽ അവൻ നമ്മെ നയിച്ചോളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേതിവനെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ ധ്യാനത്തിൻ്റെ അവസരത്തിൽ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. ഹൃദയം 107:3 അല്ലേ നമ്മൾ വായിച്ചത്? 147:3 മറന്നോ? എന്തായിരുന്നു 147:3? അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവൻ്റെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യും. ഹല്ലേലൂയ. പിന്നെ അത് സംഭവിക്കണം. എൻ്റെ ഉള്ളിലുള്ള എല്ലാ ചിന്തകളും കർത്താവിന് വിട്ടുകൊടുക്കാം, കർത്താവിന് സമർപ്പിച്ച് പുതിയൊരു അഭിഷേകം പ്രാപിക്കാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ.
എൻ്റെ ഞങ്ങളെ ഒരു പ്രാർത്ഥന ഗ്രൂപ്പിൽ പോയിട്ട് ഒരു ചേട്ടൻ നിന്ന് കുറേ നേരം പ്രസംഗിച്ച് സമ്പൂർണ്ണ സമർപ്പണം നടത്തണം എന്നൊക്കെ പറഞ്ഞു. എല്ലാം സമർപ്പണം കഴിഞ്ഞ് പ്രാർത്ഥനാ ഗ്രൂപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്തുണ്ടായിരുന്നറിയോ? പുള്ളിയുടെ പുതിയ ചെരുപ്പായിരുന്നു, അത് കാണാനില്ല. ആരുടെ എടുത്തു? പിന്നെ പുള്ളി ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലും ചീത്ത പറഞ്ഞു തുടങ്ങി. പറയാൻ എളുപ്പം സമ്പൂർണ്ണ സമർപ്പണം, സമർപ്പണം. പണ്ട് കുണ്ടുകുളം ഇതാ ഒരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ ചോദിക്കണ്ടേ, ഞങ്ങളവിടെ ഇരുന്ന് ദമ്പതിമാർ ഉറക്കെ പാടുക, സമർപ്പണത്തിൻ സമയമായി സർവ്വതും സമർപ്പിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ കുണ്ടുകുളം പിതാവ് ഡ്യൂട്ടിന് വരികയാണ്, ക്ലാസ്സിന് ഒരു മീറ്റിങ്ങിന്. ദമ്പതി ധ്യാനാണ് വണ്ടേ സെൻറ്റ് മേരീസ് കോളേജിൽ. പുള്ളി കയറി വന്നപ്പോൾ ഒന്ന് നിർത്തുമോ എന്ന് ചോദിച്ചു. എല്ലാവരും സമർപ്പണത്തിന് സമയമായി എന്നാ. പുള്ളി ഒന്ന് നിർത്തുമോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് എന്ന് ചോദിച്ചു. ചേച്ചിമാരാണ്, ദമ്പതികളുണ്ട്, എല്ലാവരും ഭാര്യയും ഭർത്താക്കന്മാർ ഒരുമിച്ചിരിക്കുക. ഈ അടുത്ത് പുള്ളി പറയണേ, എൻ്റെ അടുത്ത് ഒരു കല്യാണത്തിനൊരു പെൺകുട്ടി വന്നിട്ടുണ്ട്, അവൾക്ക് ഒന്നുമില്ല, അവളുടെ സ്വർണ്ണമായിട്ട്. നിങ്ങളുടെ കാതിലെ ഒരു കാതിപ്പൂവ് തരുമോ? തൃശ്ശൂർ ഭാഷയിലാണ് പുള്ളിയുടെ ചോദ്യം, നിങ്ങൾക്കറിയാലോ. നല്ല രസകരമായിട്ട്, ഒരു കാതിപ്പൂ, സമർപ്പണത്തിന് സമയമായി സർവ്വതും സമർപ്പിക്കുവിൻ, ഒരു കാതിപ്പൂവ് തരും, ഒരെണ്ണം, എന്ന് എനിക്ക് അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. പിന്നെ അല്ലേ, നമ്മൾ അടിപൊളി പാട്ടൊക്കെ പാടും. എവിടെ സമർപ്പണത്തിന്റെ സമയമായി അച്ഛാ? എന്തിനു സമയമായിന്ന്? ഹല്ലേലൂയ. ആണ് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. മറന്നോ? ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഞാൻ വന്നപ്പോൾ നമ്മുടെ സജിച്ചേട്ടനൊരു പാട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പാടാൻ. നമുക്ക് ആ പാട്ട് പാടി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. അടുത്തോ നിങ്ങളുടെ മുഖം കണ്ടിട്ട് ആകെ ക്ഷീണം. എഴുന്നേറ്റ് നിൽക്ക്, ചാടി എഴുന്നേറ്റ് കസേരയുടെ വിരിയൊക്കെ മാറ്റിയിട്ട്. അല്ല, സാജിച്ചേട്ടൻ ഒരു പാട്ട് പാടും, ആ പാട്ട് കേൾക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഹൃദയം പകർന്നൊരു യേശുവേ നിന്നെ വിളിച്ചു, കണ്ണുകൾ അടച്ച് കരുത്തേകും നിൻ കരമൻ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എല്ലാവരും ആത്മാർത്ഥമായി മിഴികൾ നിറഞ്ഞൊഴുകി. കണ്ണുകൾ അടച്ചേ നമുക്ക് കേൾക്കാം. ഹൃദയം തകർന്നൊരു യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമൻ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. കുരിശുകളോരോന്നായി പെരുകുമ്പോൾ അവശതയായി ചുറ്റും നോക്കി ഞാൻ ഹൃദയം തുറന്ന് പാടട്ടെ. കടമൊന്നും വീട്ടാൻ കഴിയാതെ പടിവാതിൽ മുട്ടി തളരുമ്പോ, കാലക്കേടാണ് നോദിയെല്ലാരും വേഗം എന്നിൽ നിന്നകലുമ്പോ, നാണക്കേടിന്റെ നേരത്താരും തല്ലാശ്വാസം നൽകാനില്ലാതാ ക്രൂശിലേക്കൊന്നും നോക്കില്ല. നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് പാടാം. ഹൃദയം തകർന്നൊരു ആത്മാർത്ഥമായി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നിന്നെ വിളിച്ചു, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പാടട്ടെ. തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ
സഹചരെ ഞാനെന്നും സ്നേഹിച്ചു. നമുക്ക് ശ്രദ്ധാപൂർവം വചനം കേൾക്കാം. അവരുയരാൻ നന്നായി യത്നിച്ചു. പകലും രാവും ഞാൻ പ്രാർത്ഥിച്ചു. സമയം ഞാനേറെ പങ്കിട്ടു. എന്നെ തേടാനും കൂടെ നിൽക്കാനും വരുമല്ലോ അവരെന്നാശിച്ചു. പണമില്ലാതായി ബലമില്ലാതായി ആർക്കും വേണ്ട കറിവേപ്പിലയാ. ദൈവത്തിൻ സ്നേഹമോർത്തു ഞാൻ എല്ലാവരും ചേർന്ന് ഭയം പകർന്നൊരു യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു. ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം പകർന്നൊരു യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു. ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. എൻ്റെ 12 വർഷക്കാലത്തെ മരുഭൂമി അനുഭവത്തിലെ എനിക്ക് താങ്ങും തണലമായി നിന്ന മനോഹരമായ ഒരു ഗാനം. പിന്നീടാണ് ഈ ഗാനം ഞാൻ ശ്രദ്ധിക്കുന്നത്. അതെനിക്ക് ഒത്തിരി പ്രത്യാശയും നമ്മുടെ മനസ്സിന് വലിയ ആശ്വാസം തരികയുണ്ടായി. നമ്മുടെ ഹൃദയത്തെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഹൃദയം തകർന്നവരെ നോക്കുന്ന തമ്പുരാൻ. 147:3, യോഹന്നാൻ 14:1. ആ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് ചെല്ലാം. വേറെ ആരും വേണ്ട. കർത്താവിൻ്റെ അരികിലേക്ക് നീ ചെന്നാൽ കർത്താവ് നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. നമുക്ക് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് അണയാം. വിശുദ്ധ കുർബാനയെ നമുക്ക് സജീവമായി പങ്കെടുത്ത് കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയവികാര വിചാരങ്ങൾ നമുക്ക് പ്രകടിപ്പിച്ച് പ്രാർത്ഥിക്കാം. ദേവാലയമണി മുഴങ്ങിടുന്നു. അൾത്താരവേദിയൊരുങ്ങിടുന്നു. നിറഞ്ഞ മനസ്സോടൊരുങ്ങി നിൽക്കാം കർത്താവിൻ ബലിവേദിയിൽ. ദേവാലയമണി മുഴങ്ങിടുന്നു. അൾത്താരവേദിയൊരുങ്ങിടുന്നു. നിറഞ്ഞ മനസ്സോടൊരുങ്ങി നിൽക്കാം കർത്താവിൻ ബലിവേദിയിൽ. വരുവിൻ അണിചേരുവിൻ, ദൈവം നമ്മോടു കൂടെ. പരിശുദ്ധ കൂദാശയിൽ വരുവിൻ അണിചേരുവിൻ, ദൈവം നമ്മോടു കൂടെ. പരിശുദ്ധ കൂദാശയിൽ